ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു തരേണ്ടതല്ല, കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു വൈറൽ താരമാണ് ശ്രീലു എന്നാണ് ഒരു ടീച്ചറാണ് കേട്ടോ, ഒരു അധ്യാപികയാണ്. ഇതിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാനിപ്പോൾ ഓൾറെഡി എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ടീച്ചർ ഇങ്ങനെ കണ്ടന്റ് നമുക്ക് കൊണ്ട് ഇട്ട് തരികയാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കുക? കാരണം നമ്മുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പൊ ഇത് നമുക്ക് ഇതുപോലുള്ള കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യം. അപ്പൊ എന്തായാലും ടീച്ചറിന്റെ ഒരു ഇഷ്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരൊരു കോളേജ് അധ്യാപികയാണ്. അവർക്ക് ആ ഒരു കോളേജിൽ നിന്നുള്ള ഒരു അധ്യാപകനിൽ നിന്നും ഒരു സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നു. അതിന്റെ ഒരു പോരാട്ടത്തിലാണ് അവര്. അപ്പൊ അതിലുള്ള പ്രതികരണം അതായത് ചില ആൾക്കാർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ടീച്ചർ വീണ്ടും കുളിസീനുമായിട്ട് എത്തിയിരിക്കുക. ഇനി എല്ലാ ദിവസവും 2 കുളിസീൻ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെയും വൈകുന്നേരം കുളിസീൻ ഉണ്ടാവും. ആ കുളിക്കുന്ന സമയത്ത് ടീച്ചർ കുറേയധികം സത്യങ്ങൾ തുറന്നു പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെയും ഒരു കുളിസീൻ അങ്ങ് പാസ്സാക്കി. അതിലൂടെ ഒരു 20 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീലു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായി. അവര് പറയുന്നത് അവര് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കോളേജിൽ നിന്നും അവിടെ നിന്നൊരു അധ്യാപകനിൽ നിന്നൊരു മോശം പെരുമാറ്റം ഉണ്ടായി. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പാൾ പുള്ളിക്കാരനൊരു പക്ക ഫ്രോഡാണെന്നാണ് ഈ ഒരു ശ്രീലു ടീച്ചർ പറയുന്നത്. അതിലെന്തൊക്കെയോ എവിഡൻസും പേപ്പറുകളൊക്കെ ടീച്ചറിന്റെ കൈവശം ഉണ്ട്. കണ്ണൂരുള്ള ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ടീച്ചർ ഈ ഒരു അധ്യാപിക വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ പ്രിൻസിപ്പള് ഏതോ 22 കേസിലും പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് ആ ഒരു പ്രിൻസിപ്പളായിട്ടുള്ള ആ ഒരു പോസ്റ്റിൽ കയറിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവർക്കെതിരായിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഇവരുടെ പ്രവർത്തികൾ കൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്. അതായത് കോഴിക്കോട്ടേക്കാണ് ഇവർക്ക് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പോരാട്ടം തന്നെയാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടീച്ചർ പറയുന്ന ചില നഗ്ന സത്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ കുറച്ച് നമുക്ക് കണ്ടിട്ട് വരാം. അതിനു മുന്നേ ടീച്ചർ പറയുന്നുണ്ട്, ഇപ്പൊ ടീച്ചർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വൈറലായപ്പോൾ ടീച്ചറിനെ തേടി ഒരുപാട് ആൾക്കാർ എത്തുകയാണെന്നാണ് പറയുന്നത്. അതായത് ഇനാഗ്രേഷന് വേണ്ടിയിട്ട്, അതും ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നതെന്ന് പറയും. അതുപോലെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനായിട്ട്, അങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താവശ്യമാണ് ടീച്ചറിന്, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേസ് നടത്താൻ വേണ്ടി വക്കീലിനെ വേണോ, പൈസ വേണോ, അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറലായിട്ടുള്ള ടീച്ചർ ഇപ്പോൾ ഒരു താരമായി മാറിയിരിക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ ഒന്ന് കാണാനും അവരുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറകെ നടന്ന് ക്യൂ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ടീച്ചർ പറയുന്ന കുറച്ച് സത്യങ്ങൾ, അവർ പറയുന്നതിൽ കുറച്ച് ന്യായമില്ലാതില്ല കേട്ടോ. എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ജോലി ചെയ്ത കോളേജ്, എന്നെ കുളിക്കുന്നതിൻ്റെ മേലെ പുറത്തൊക്കെ കോളേജ് ഉണ്ടല്ലോ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ എന്നെക്കുറിച്ച് അങ്ങനെ ആഘോഷിക്കുവാണ്. ആ കോളേജിലെ ഇപ്പോൾ ഞാനാണ് പ്രിൻസിപ്പാളെന്ന് അവകാശപ്പെടുന്നവൻ ഒരു 22 കേസിലെ പ്രതി. ട്രെയിനിൽ വെച്ചിട്ട് ലാപ്ടോപ്പ് മറ്റ് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കട്ടയിന് FIR ഇട്ട് ശിക്ഷിച്ച പ്രതി. അവനാണ് ഈ ക്രിമിനലിൻ്റെ കൂട്ടുകെട്ട്. ഈ ക്രിമിനലിൻ്റെ കൂട്ടുകെട്ട് അവനാണ്. ആര്? ഈ പ്രിൻസിപ്പാൾ എന്ന് അവകാശപ്പെടുന്നവൻ്റെ ആ ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യാനും ക്രിമിനലിനെ അൺഒഫീഷ്യലായിട്ട് അയക്കാനുള്ള പരാതികൾ അയക്കാനൊക്കെയുള്ള കൂട്ടുകെട്ട് ഈ 22 കേസിലെ പ്രതിയാണ്. എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. ഇത് ആരാവശ്യപ്പെട്ടാലും ഞാൻ തരും. എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. ഇനി മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വൈറലാവാൻ താല്പര്യമില്ല. പിന്നെ നിർബന്ധമായിട്ട് 2 നേരം കുളിസീനിട്ട്, അത് നിർബന്ധം, മസ്റ്റാണ്. പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾ എന്ത് പുല്ലെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കതൊരു വിഷയേ അല്ല. ഞാനിപ്പോൾ വേൾഡ് ഫേമസാണ്. അതായത് ഒരു 40 കൊല്ലമൊക്കെ ജോലി ചെയ്ത് ഫുൾ പെൻഷൻ വാങ്ങിയാലും കിട്ടാത്ത സാറ്റിസ്ഫാക്ഷനും ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉറ്റപ്പാട് ഫെസിലിറ്റീസ്, ഗൾഫിലേക്ക് വിളിക്കുന്നു, വിദേശത്തുനിന്ന് വിളിക്കുന്നു, ഗൾഫിലേക്ക് ഇനാഗുറേഷൻ വിളിക്കുന്നു. ആ നിലയിലെത്തി 4 ദിവസം കൊണ്ട് ഇത്രയും തൻ്റെ ഇടത്തോടെ ആത്മഹത്യ നടക്കുന്ന കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടിയോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആൾക്കാരില്ല. എന്നെ ഭയങ്കരമായിട്ട് വിളിച്ചിട്ട് ആൾക്കാർ ഞങ്ങളുണ്ട്, സാമ്പത്തികം വേണോ, അല്ല വക്കീലിനെ വേണോ, ഫ്രീ ആയ വക്കീലിനെ വേണോ, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ട, നിങ്ങൾ ഇത്രയും തൻ്റെ ഇടം കാണിച്ചില്ലേ ഇങ്ങനൊരു കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് 4 ഭാഗത്തുനിന്നും വിളിയും സപ്പോർട്ടും. അങ്ങനെ നമ്മുടെ ശ്രീലു ടീച്ചർ പറയുന്നത് കേട്ടല്ലോ, ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 4 ഭാഗത്തു നിന്നും ആൾക്കാർ വിളിക്കുകയാണ്.
പൈസ വേണോ, അതെ വക്കീലിനെ വേണോ, ഫ്രീ ആയിട്ട് വക്കീലിനെ വേണോ, എല്ലാത്തിനും എന്താ പറയുക 3-4 ദിവസം കൊണ്ട് നമ്മുടെ ടീച്ചർ അങ്ങോട്ട് വൈറലായി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തികൾ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ഇവർ യൂട്യൂബ് ചാനൽ കാണിക്കുന്ന കുറച്ച് പ്രവർത്തികളിലോട് നമുക്കൊരു വിയോജിപ്പുണ്ട് എങ്കിലും ഇവർ പറയുന്ന ചില കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇവർ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടുത്തെ അധ്യാപകരെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അധ്യാപികക്ക് ഉണ്ടായതുപോലെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന മറ്റു അധ്യാപകരും ആ ഒരു കോളേജിലുണ്ട്. പക്ഷെ ആരും തന്നെ പേടിച്ചിട്ട് തുറന്നു പറയത്തില്ല. ഇപ്പൊ ഈ ഒരു ടീച്ചർ കാണിച്ച ഒരു ധൈര്യം വേറെ അധ്യാപകർ കാണിക്കുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് നടന്നു. പക്ഷെ കോളേജ് ആ ഒരു അധ്യാപകനെയാണ് സപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് ആ ഒരു അധ്യാപകന് കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഷൻ കൊടുത്തു. പക്ഷെ തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു അധ്യാപികക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കൊടുത്തു. അപ്പൊ അതിനെതിരെയാണ് അവരുടെ പോരാട്ടം. അപ്പൊ ഇവർക്ക് കോഴിക്കോട് ഒരു കോളേജിൽ ആയിട്ടാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അവിടെ ജോയിൻ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഭാഗത്തും കുറച്ച് ന്യായങ്ങളുണ്ട് എങ്കിൽ പോലും പക്ഷെ ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയോട് നമുക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു നമുക്കൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരോട് ആ ഒരു ബഹുമാനം നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ, ഈ ഒരു പ്രവൃത്തികൾ, ഒരുപക്ഷെ ഈ ഒരു കോളേജ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം തന്നെ ഇവരുടെ ഈ ഒരു പ്രവൃത്തി ആയിരിക്കാം. ഇവരുടെ യൂട്യൂബിലുള്ള ഇങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ടായിരിക്കാം കോളേജ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്താന്ന് പറഞ്ഞാലും ഇനിയെങ്കിലും നമ്മൾ എത്ര പറഞ്ഞാലും ഇനി അവരവരുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്മാറില്ല. അതിൽ നമുക്ക് അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് 3-4 ദിവസം കൊണ്ട് ചാനലിന് നല്ല റീച്ച്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇനാഗ്രേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിനെ അഭിനയിക്കാൻ, അങ്ങനെ ഒരുപാട് ഓഫറുകളായിട്ട് ഒരുപാട് ആൾക്കാർ ഇവരെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് എന്താ പറയുക, ഇവർ വൈറലായി. ഇനിയിപ്പോൾ എന്താ പറയുക, ഇവർ ഈ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തികളിൽ നിന്നൊട്ടും അവർ പിന്മാറില്ല. ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഇനി എല്ലാ ദിവസവും 2 നേരം കുളി ഉണ്ടാവും, കുളിയോടുകൂടി തന്നെ വീഡിയോയും ഉണ്ട്. ആ കുളിക്കുന്നതിനിടയിൽ ഒരുപാട് സത്യങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്താ നമുക്ക് പറയുക, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ഈ ഒരു ടീച്ചറിനോട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവർ നന്നാവില്ല. അവരവരുടെ പ്രവൃത്തി എന്താണോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയോ സത്യങ്ങൾക്ക് ഇവർക്ക് അറിയാം. അതുപോലെ എന്തൊക്കെയോ ഒരുപാട് രേഖകൾ അല്ലെ എന്തൊക്കെയോ ഒക്കെ സംഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഇവർ വെളിപ്പെടുത്തട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോളേജിൽ ഈ ഏതൊക്കെയോ അധ്യാപകരും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പാളിനൊക്കെ എതിരായിട്ട് ഇവരുടെ ഒരുപാട് തെളിവുകൾ ഉണ്ടോ എന്ന് പറയുന്നു. അവരുടെ പേര് സഹിതം ആ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വിടൂ. നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധത അല്ലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ അല്ലാത്ത പക്ഷം ഇങ്ങനെ രേഖകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിക്കാതിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ ഒരു രേഖകളൊക്കെ പുറത്ത് വിടുവാണെന്നുണ്ടെങ്കിൽ അവിടെ അനധികൃതമായിട്ടാണ് അവിടെ ആരൊക്കെയോ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ പുറത്തു വരട്ടെ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ശ്രീലു ടീച്ചറെ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇതിലൊക്കെ രസം എന്താന്ന് പറയുന്നത്, ടീച്ചർ കുളിച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം പറയാൻ പോകുന്നത്. ഇതൊക്കെ കാണാൻ വയ്യേ എൻ്റെ ഈശ്വരൻ. എന്തായാലും ഈ ടീച്ചറിൻ്റെ ഈ ഒരു പ്രവർത്തികളോടും അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.